ഇവിടെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നെന്ന് പറയാൻ കാരണം എന്താണ്? കാരണം നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുമ്പോൾ, അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ പല വെറുപ്പുകളും ഈ ലോകത്ത് നമ്മൾ സമ്പാദിക്കുന്നു. ജനങ്ങളുടെ വെറുപ്പ് അവനെ സമ്പാദിച്ചിട്ടാണ് റബ്ബിന് വേണ്ടി അവൻ അടുക്കുന്നത്. ഹറാമുകൾ ഒഴിവാക്കുമ്പോൾ വീട്ടുകാരവനെ ഒഴിവാക്കി, വീട്ടുകാരവനെ കളിയാക്കുന്നു, കൂട്ടുകാരവനെ കളിയാക്കുന്നു, എല്ലാരും അവനെ ഒറ്റപ്പെടുത്തുന്നു. കാരണം അവൻ അള്ളാഹുലേക്ക് അടുക്കാൻ. അപ്പൊ നമുക്കൊക്കെ ചിലപ്പോൾ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുമ്പോൾ, ദീനിലേക്ക് അടുക്കുമ്പോൾ പല ക്രിറ്റിസൈസിങ്ങും, പല കളിയാക്കലും, കുത്തുവാക്കുകളും നമുക്ക് ഇഷ്ടപ്പെട്ടവരിൽ നിന്നും അല്ലാത്തവരിൽ നിന്നൊക്കെ കേൾക്കുന്നുണ്ടാവും. അപ്പോ അള്ളാഹുലേക്ക് നമ്മൾ അടുക്കുമ്പോൾ ഇതൊക്കെ ഇത്രയും ആളുകളെ വെറുപ്പും അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഇഷ്ടക്കേടും ഒക്കെ സമ്പാദിച്ചിട്ടാണ് നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുന്നത്. റൈറ്റ്? അപ്പോ ആ ഒരു വെറുപ്പ് സമ്പാദിച്ച് നമ്മൾ അള്ളാഹുവിനെ മുറുക്കെ പിടിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് ലഭിക്കുന്നത്. റൈറ്റ്? അവിടെയാണ് നമ്മൾ പൂർണ്ണ ഇഷ്ടം നമ്മൾ കാണുന്നത്. കാരണം എല്ലാ വെറുപ്പുകളെയും അവഗണിച്ച്, എല്ലാ ഒറ്റപ്പെടുകളെയും അവഗണിച്ച് നമ്മുടെ ലക്ഷ്യം അള്ളാഹു മാത്രമാണ്. കാരണം ഇസ്ലാം ആരംഭിച്ചത് അപരിചിതമായിട്ടാണ്. അതുപോലെ അതിന് അവസാനം അപരിചിതമായിരിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ, ഇസ്ലാമിന്റെ ആരംഭഘട്ടത്തിൽ എത്ര കളിയാക്കലാണ് തങ്ങൾ ഏറ്റുവാങ്ങിയത്. എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന മക്കക്കാര്, ബന്ധുക്കൾ, അവരൊക്കെ ഒരു അപരിചിതനായിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടത്. കണ്ടില്ലേ, ഒരു പുതിയ ദീനുമായിട്ട് മുഹമ്മദ് വന്നിരിക്കുന്നു എന്നൊക്കെ കുത്തുവാക്ക് കളിയാക്കും, ആളുകൾ വെറുപ്പോടെ